നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ജില്ലയിൽ കാലവർഷം ശക്തം. കനത്ത മഴയെ തുടർന്ന് പുനലൂർ താലൂക്കിൽ വ്യാപക നാശം. ഒരാൾ മരിച്ചു. 52 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ശനിയാഴ്ച വൈകിയും റവന്യൂ സംഘം നഷ്ടം രേഖപ്പെടുത്തുന്നു. കഴുതുരുട്ടിയിൽ നിരവധി സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയെങ്കിലും ആളപായമില്ല. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ. കഴുതുരുട്ടിയിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് 3 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനാപുരം താലൂക്കിൽ നിരവധി വീടുകൾ മഴയിൽ തകർന്നു. 200 വീടുകൾ വെള്ളത്തിനടിയിൽ. 85 കുടുംബങ്ങളെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പ്രാഥമിക കണക്കുകൾ പ്രകാരം 4 കോടിയുടെ നഷ്ടം. ഓണക്കാലത്ത് പുനലൂർ നഗരത്തിൽ അനുഭവപ്പെടാവുന്ന കടുത്ത ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസ് നടപടി ഊർജിതമാക്കി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു. കനത്ത മഴയെ തുടർന്ന് പുനലൂർ താലൂക്കിൽ വ്യാപക നാശം. ഒരാൾ മരിച്ചു. 52 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ശനിയാഴ്ച വൈകിയും റവന്യൂ സംഘം നഷ്ടം രേഖപ്പെടുത്തി വരികയാണ്. കഴുതുരുട്ടിയിൽ നിരവധി സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയെങ്കിലും ആളപായമില്ല. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞു തുടങ്ങിയ മഴ ഇടയ്ക്കിടെ തിമിർത്ത് പെയ്യുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ശക്തിയാർജിച്ച മഴ മണിക്കൂറുകൾ നീണ്ട് ശനിയാഴ്ച രാവിലെയും തുടർന്നു. കന്യാകുമാരി ഭാഗത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് കനത്ത മഴയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. 2 ദിവസം കൂടി മഴ തുടരുമെന്ന് അറിയിപ്പുണ്ട്. ജില്ലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയ്ക്ക് ശനിയാഴ്ച ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിരുന്നു. തീരദേശങ്ങളിലേക്കും മലയടിവാരങ്ങളിലേക്കും യാത്ര പോകുന്നത് ഒഴിവാക്കണമെന്ന് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. പുനലൂർ താലൂക്കിൽ മഴയെ തുടർന്ന് കനത്ത നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയത്. കരവാളൂരിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. വെഞ്ചേമ്പ് സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത്. കുളത്തൂപ്പുഴ മിൽപ്പാലത്തിന് സമീപത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇവിടെയുള്ള 46 കുടുംബങ്ങളെ ചോഴിയക്കോട് LP സ്കൂളിലെ പുനരധിവാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വാളക്കോട് വിളക്കുവട്ടത്ത് 2 കുടുംബങ്ങളെ വെട്ടിത്തിട്ട സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. താഴ്ന്ന പ്രദേശത്ത് വീടുകളുള്ള മറ്റ് 3 കുടുംബങ്ങളിലെ 15 പേരെ സമീപത്തെ വീടുകളിലേക്കും മാറ്റിയിട്ടുണ്ട്. കഴുതുരുട്ടിയിലും ചെമ്പനരുവിയിലും അങ്ങിങ്ങ് ഉരുൾപൊട്ടലുണ്ടായി. കൃഷിവിളകൾ നശിച്ചു. ആളപായം രേഖപ്പെടുത്തിയിട്ടില്ല. കല്ലടയാറും കൈവഴികളും നിറഞ്ഞൊഴുകുകയാണ്. പുനലൂർ ചെമ്മന്തൂർ മുരുകൻകോവിൽ കടുവാക്കുഴി റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. കല്ലടയാറിന്റെ കൈവഴിയായ വെട്ടിപ്പുഴത്തോട് കരകവിഞ്ഞതാണ് കാരണം. കഴിഞ്ഞ രാത്രി 2:30യോടെയാണ് തോട്ടിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നത്. സമീപത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി. 10 കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായി വെട്ടിപ്പുഴത്തോട് കരകവിഞ്ഞതോടെ താഴ്ന്ന പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ചെമ്മന്തൂർ മുരുകൻകോവിൽ പ്രദേശത്തുള്ള ഈ വീട്ടിലെ 10ഓളം താമസക്കാരുണ്ട്. ഈ വീട്ടിൽ താമസിക്കുന്നത് ആ വീട്ടിലുള്ളവർ മുഴുവനും വെള്ളത്തിലകപ്പെടുകയും അവരെ ഒരുപാട് സാമഗ്രികളെല്ലാം നഷ്ടപ്പെടുകയും വീട്ടുപകരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇന്നലെ രാത്രി ഏകദേശം 1 മണിയോടായപ്പോഴത്തേക്ക് വെള്ളം ഇരച്ചു കയറുന്ന തരത്തിലുള്ള ഒരു ശബ്ദം കേൾക്കുകയും സമീപവാസിയായ ഞാൻ ഓടി വന്നു നോക്കിയപ്പോൾ ഇവരെല്ലാം വെള്ളത്തിൽ നിന്ന് നിലവിളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവരെ ജീവൻ രക്ഷിക്കണമോ ആ വീട്ടു സാധനങ്ങൾ രക്ഷിക്കണമോ എന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ അവരെല്ലാം കൂടെ പറക്കിയെടുത്ത് അവരെ വീടുകളിൽ കൊണ്ട് എത്തിച്ചതിന് ശേഷം രണ്ടാമത് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഈ ഭയങ്കരമായ വെള്ളമൊലിച്ചിലിൽ അവരുടെ സാധനങ്ങളെല്ലാം ഒരുപാട് ഒഴുകിപ്പോയി. അവരുടെ TVയും ഫ്രിഡ്ജും എല്ലാം വെള്ളത്തിനടിയിലാവുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇന്നലെ രാത്രിയിൽ അവർക്ക് 2 പേര് വെള്ളത്തിൽ വീണ് ആ മെയിൻ തോട്ടിൽ വീണ് ഒരു പ്രായമുള്ള സ്ത്രീ കുറച്ചു ദൂരം ഒഴുകി പോവുകയും ചെയ്തു. എങ്ങനെയോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമായോ ഉണ്ടായത്. വീട്ടുപറമ്പിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കൾ ഒഴുകിപ്പോയി. മുരുകൻകോവിലിലെ വീടുകളിൽ വെള്ളം കയറി. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങളടക്കം നശിച്ചിട്ടുണ്ട്. എന്റെ സാധനങ്ങളെല്ലാം നശിച്ച് ഫ്രിഡ്ജും TV എല്ലാം അപ്പുറത്ത് അശോണം വന്ന പിന്നെ എല്ലാം വന്ന് വാരിക്കൊണ്ട് അശോണന്റെ വീട്ടിൽ ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങൾ അശോണൻ കൊണ്ടുവന്നിട്ട് ബാക്കിയെല്ലാം പോയി വെള്ളത്തിൽ. വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങളും മറ്റും വെള്ളം കയറി നശിച്ചു. ഒരു വിദ്യാർത്ഥിയുടെ SSLC സർട്ടിഫിക്കറ്റ് ഒലിച്ചുപോയെങ്കിലും സമീപത്തു നിന്നും കണ്ടെത്തി. എന്റെ കുഞ്ഞിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നഷ്ടപ്പെട്ടു. ഞാനാണ് അവളെ പഠിപ്പിക്കുന്നത്. ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. എൻ്റെ സാധനങ്ങളെല്ലാം വെള്ളത്തിൽ പോയി. അപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് ഉണ്ടാകുന്ന മേടിക്കാനുള്ള സാമ്പത്തികം പോലും എനിക്കില്ല. ഒരു വീടിനുള്ള ഇതില്ല. അങ്ങനെ വന്ന് താമസിച്ചാണ് ഇവിടെ. പിന്നെ എന്തെങ്കിലും സർക്കാരിൽ നിന്ന് വല്ല ഇതും ഉണ്ടാക്കി എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനും ഉള്ള സാഹചര്യം ഒപ്പിച്ചിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. സമീപവാസികൾ ചേർന്നാണ് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത്. നഗരസഭാ അധികൃതരും റവന്യൂ സംഘവും സ്ഥലത്ത് നാശം വിലയിരുത്താനെത്തിയിരുന്നു. വെട്ടിപ്പുഴ തോട്ടിൽ മണ്ണിടിഞ്ഞ് തോടിന്റെ ആഴം കുറഞ്ഞത് പ്രദേശത്ത് വേഗം വെള്ളം കയറാനിടയാക്കി. ചെമ്മന്തൂർ കോളേജ് ജംഗ്ഷന് സമീപം തമ്പിയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ആളപായമുണ്ടായില്ല.
പത്തനാപുരം താലൂക്കിലെ ചെമ്പനരുവിയിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് പിറവന്തൂർ മുക്കടവാറ് കരകവിഞ്ഞു. വന്മള ഭാഗത്തെ 9 വീടുകളിൽ വെള്ളം കയറി. കുടുംബങ്ങളെ വെട്ടിത്തിട്ട സെന്റ് മേരീസ് LP സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുനരധിവാസ ക്യാമ്പുകളിൽ ഭക്ഷണമടക്കമുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും നാശനഷ്ടം വിലയിരുത്താൻ വില്ലേജ് തലങ്ങളിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പുനലൂർ തഹസീൽദാർ B. ശശികുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ കുളത്തുപ്പുഴ വില്ലേജിൽ മിൽപ്പാലം എന്ന സ്ഥലത്ത് 46 കുടുംബങ്ങളിലുള്ള 142 അംഗങ്ങളെ ചോഴിയക്കോട് ഗവൺമെൻറ് LP സ്കൂളിലെ ക്യാമ്പിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളതാണ്. അവർക്ക് ആഹാരവും മറ്റ് എല്ലാവിധ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാളക്കോട് വില്ലേജിൽ വിളക്കുവട്ടം എന്ന സ്ഥലത്ത് ഒരു 7 വിളക്കുവട്ടം 2 കുടുംബത്തിൽപ്പെട്ട 7 പേരെ വെട്ടിത്തിട്ട സ്കൂളിലും 3 കുടുംബത്തിൽപ്പെട്ട 15 പേരെ ഒഴിഞ്ഞു കിടന്ന മറ്റൊരു വീട്ടിലേക്കും മാറ്റി പാർപ്പിച്ചിട്ടുള്ളതും അവർക്കും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളതുമാണ്. തുടർന്ന് പുനലൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി കുറേയേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് അടിയന്തരമായി തിട്ടപ്പെടുത്തുന്നതിന് എല്ലാ വില്ലേജ് ഓഫീസർമാർക്കും നിർദ്ദേശം കൊടുക്കുകയും എല്ലാവരും അതിൻ്റെ നഷ്ടങ്ങൾ തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. പെയ്തിറങ്ങിയ പെരുമഴ ദുരിതവും ദുരന്തവുമായി. കരവാളൂരിൽ മണ്ണിടിഞ്ഞ് വീട്ടിലേക്ക് പതിച്ചു. വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന കർഷകൻ മരിച്ചു. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വെഞ്ചേമ്പ് അയനിക്കോട് പൊയ്കവിള പടിഞ്ഞാറ്റേതിൽ പരേതനായ പൊടിയൻ ചെല്ലമ്മ ദമ്പതികളുടെ മകൻ 46-കാരനായ രാധാകൃഷ്ണനാണ് മരിച്ചത്. വീട്ടിൽ തനിച്ചായിരുന്ന രാധാകൃഷ്ണൻ വെള്ളിയാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നതാണ്. തകർന്നു വീണ വീടിന്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ നിന്ന് ശനിയാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ 7-ന് സമീപത്ത് താമസിക്കുന്ന രാധാകൃഷ്ണന്റെ സഹോദരൻ മോഹനൻ സ്ഥലത്തെത്തുമ്പോൾ വീടിനുമേൽ മണ്ണിടിഞ്ഞ് തകർന്ന നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാത്രി മൊത്തം മഴയായിരുന്നു. നേരം വെളുത്ത് ഞാൻ വന്ന് നോക്കുമ്പോഴേ കാണുന്നത് കട്ടയെല്ലാം മറിഞ്ഞ് മണ്ണും ഇടിഞ്ഞു വീണ് കിടക്കുന്നത്. എങ്ങനെ മാന്തി നോക്കിയിട്ട് സഹോദരങ്ങളെയൊക്കെ വിളിച്ച് മൂത്ത് പെങ്ങളുണ്ടായിരുന്നു, രണ്ടാമത്തെ പെങ്ങളെ വിളിച്ച് അളിയനെയൊക്കെ വിളിച്ച് പിന്നെ അയലോകത്തുള്ള പരിസര ചെറുക്കന്മാരെയൊക്കെ വിളിച്ച് അവരൊക്കെ വന്ന് ഞങ്ങളെല്ലാം കൂടെ മാന്തി എടുത്താൽ താഴെ കൊണ്ടുപോയത്. മൺകട്ട കെട്ടി ആസ്ബറ്റോസ് ഷീറ്റ് മേഞ്ഞ വീടിന് മുകളിലേക്ക് സമീപത്തെ മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു. രാത്രിയായതിനാൽ അപകട വിവരം പുറത്താരും അറിഞ്ഞില്ല. അവിവാഹിതനായ രാധാകൃഷ്ണൻ അമ്മ ചെല്ലമ്മയോടൊപ്പമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അപകട സമയം ചെല്ലമ്മ സമീപത്തെ മകളുടെ വീട്ടിലായിരുന്നു. രോഗിയായ മകൾക്ക് കൂട്ടിരിക്കാൻ പോയതാണ് ചെല്ലമ്മയെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വൈകിട്ടോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വസന്ത, ഉഷ, ഗിരിജ, രമ, സുലോചന എന്നിവരാണ് മരിച്ച രാധാകൃഷ്ണന്റെ മറ്റ് സഹോദരങ്ങൾ. റവന്യൂ, പഞ്ചായത്ത് അധികൃതരും MLA അടക്കമുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു. രാധാകൃഷ്ണന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 10,000 രൂപ അനുവദിച്ചതായി തഹസീൽദാർ B. ശശികുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. കരവാളൂർ വില്ലേജിൽ വെഞ്ചേമ്പ് ചരുവിളപ്പുത്തൻ വീട്ടിൽ രാധാകൃഷ്ണൻ 47 വയസ്സുള്ള രാധാകൃഷ്ണൻ എന്നയാൾ ഇന്നലെ രാത്രിയിൽ വീടിന്റെ മുകളിലൂടെ മണ്ണിടിഞ്ഞ് വീണ് മരണപ്പെട്ടിട്ടുള്ളതും അദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് അടക്കം ചെയ്യുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളതും അടിയന്തര ധനസഹായമായി ഗവൺമെന്റിൽ നിന്നുള്ള 10,000 രൂപ ഡിയാന്റെ കുടുംബാംഗങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തോരാമഴ ദുരിതം വിതച്ചത് തീരാ ദുരിതം. പത്തനാപുരം താലൂക്കിൽ നിരവധി വീടുകൾ മഴയിൽ തകർന്നു. 200 വീടുകൾ വെള്ളത്തിനടിയിലായി. 85 കുടുംബങ്ങളെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പ്രാഥമിക കണക്കുകൾ പ്രകാരം 4 കോടിയുടെ നഷ്ടം. പത്തനാപുരം താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശമാണ് രേഖപ്പെടുത്തിയത്. നിരവധി പേരുടെ വീടുകൾ തകർന്നു. കൃഷിയിടങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. താലൂക്കിലെ 200ഓളം വീടുകളിൽ വെള്ളം കയറി. ഭൂരിഭാഗം മേഖലകളിലും വൈദ്യുത ബന്ധം താറുമാറായി. റോഡുകൾ വെള്ളത്തിനടിയിലായതിനാൽ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് താലൂക്കിൽ 85ഓളം കുടുംബങ്ങളെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. മഞ്ചള്ളൂർ മഠത്തിൽ പ്രദേശത്ത് വീടുകൾ വെള്ളത്തിലായതിനെ തുടർന്ന് 8 കുടുംബങ്ങളെ സമീപത്തെ ദേവീക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തിലേക്കും പട്ടാഴി കടുവാത്തോട് മിച്ചഭൂമിയിലെ 5 കുടുംബങ്ങളെ ചെളിക്കുഴി സർക്കാർ UPS മാറ്റി. ഏകദേശം 8 വീടുകൾ പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിൽ നിൽക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ ജില്ലയിലെ എല്ലാ ഉദ്യോഗസ്ഥരും നേരിൽ കണ്ടവരെ അവർ പൂർണ്ണ സഹകരണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കറവൂർ മഹാദേവർമൺ, ചണ്ണക്കാമൺ, മൈക്കാമൺ, ചെറുകടവ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ദുരിതബാധിതരെ മഹാദേവർമൺ വലിയകാവ് സർക്കാർ ഹൈസ്കൂളിലും കടക്കാമൺ പ്രദേശത്തെ ജനങ്ങളെ സമീപത്തെ കമ്മ്യൂണിറ്റി ഹാളിലേക്കും മാറ്റി. കടക്കാമൺ പ്രദേശത്തെ ജനങ്ങളെ സമീപത്തെ കമ്മ്യൂണിറ്റി ഹാളിലേക്കും പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. താലൂക്കിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. മഴയെ തുടർന്ന് കാർഷിക മേഖലയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പട്ടാഴി കുളക്കുടിയേല, മാലൂർ കോയിക്കലേല, തലവൂർ ചെമ്മണയേല, പിറവന്തൂർ വെട്ടിത്തിട്ടയേല, നടുത്തേരിയേല, കമുകുഞ്ചേരിയേല തുടങ്ങി താഴ്ന്ന ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. പത്തനാപുരം കിഴക്കേ
തെക്കേതെരുവ് റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം നിലച്ചു. പത്തനാപുരം പഴഞ്ഞിക്കടവ് പാലവും വെള്ളങ്ങാട് പാലവും പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. പത്തനാപുരം പുനലൂർ പാതയിൽ കടക്കാമൺ പിറവന്തൂർ മുക്കടവ് ഭാഗങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിന് സജീവമായി രംഗത്തുണ്ട്. സമീപ വർഷങ്ങളിലൊന്നും മലയോരത്ത് ഇത്രയും ശക്തമായ മഴയുണ്ടായിട്ടില്ലെന്ന് മുതിർന്നവർ പറയുന്നു. മഴ ദുരിതം വിതച്ച മേഖലകളിൽ ഹൃദയഭേദകമായ കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. പൂർണ്ണമായും വെള്ളത്തിനടിയിലകപ്പെട്ട നിരവധി വീടുകൾ. ജീവരക്ഷാർത്ഥമുള്ള ഓട്ടത്തിനിടയിൽ പലർക്കും ബാക്കിയായത് ഉടുവസ്ത്രങ്ങൾ മാത്രം. മിക്കവർക്കും ആടും കോഴിയുമടക്കം വളർത്തുമൃഗങ്ങളെ പോലും നഷ്ടമായി. ശനിയാഴ്ച കിഴക്കൻ മലയോര മേഖലയിൽ കണ്ണീരിന്റെ ദിവസമായിരുന്നു. യൂണിഫോമിനൊന്നുമില്ല, എല്ലാം പോയി. കൈ കിട്ടിയത് ഭയങ്കര പറയാൻ വയ്യാത്ത രീതിയില, ഞങ്ങൾക്ക് സഹിക്കാത്ത. പത്തനാപുരം താലൂക്കിന്റെ പല ഭാഗങ്ങളിലായി 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. പിറവന്തൂർ പഞ്ചായത്തിലാണ് കൂടുതൽ നാശം. പിറവന്തൂർ പഞ്ചായത്തിലെ കറവൂർ, വന്മള, കടക്കാമൺ ഭാഗങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഏതാണ്ട് 2 മണിയോടുകൂടി ആളുകൾ ഉറങ്ങുന്ന സമയത്താണ് അവരുടെ വീടുകളിലേക്കെല്ലാം വെള്ളം കയറുന്നത്. ഈ സമയത്ത് അടിയന്തരമായി അവിടെ ഇടപെട്ട് അവരെല്ലാം തന്നെ ഇന്ന് രാവിലെയോടുകൂടി ചെളുക്കുഴി ഏറത്തുടക്ക് UP സ്കൂളിലേക്ക് അവർ മാറ്റി പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ 6 കുടുംബങ്ങളാണ്, അതിൽ 21 അംഗങ്ങളാണ് 6 കുടുംബങ്ങൾ. അവർക്ക് രാവിലെ ഭക്ഷണമെല്ലാം തന്നെ കടയിൽ നിന്ന് വരുത്തി അവർക്ക് ഭക്ഷണമെല്ലാം രാവിലെ ചെയ്തു. അതിനുശേഷം ഉച്ചയ്ക്ക് അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായി സപ്ലൈകോയിൽ നിന്ന് ചെളുക്കുഴി മാവേലി സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അവർ ഒന്നിച്ച് ചെളുക്കുഴി UP സ്കൂളിലെ അടുക്കളയിൽ വെച്ചിട്ട് അവർ ഒന്നിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. 4 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് താലൂക്ക് ഭരണകൂടം കണക്കാക്കുന്നത്. റവന്യൂ, പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമെല്ലാം സഹായവുമായി സജീവമായി രംഗത്തുണ്ട്. തഹസീൽദാർ ഉൾപ്പെടെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരെല്ലാം എല്ലാ ഫീൽഡും സന്ദർശിക്കുന്നുണ്ട്. അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും എല്ലാവരും നിന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പട്ടാഴി, വടക്കേക്കര, പിറവന്തൂർ, കടക്കാമൺ ഭാഗങ്ങളിലുള്ളവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാൻ ഓരോ സ്ഥലങ്ങളിലായി ക്രമീകരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരെ നേരിട്ട് കണ്ട് സന്ദർശിച്ച് തഹസീൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്നത്ര നടപടിക്രമങ്ങൾക്ക് പൂർത്തിയാക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നഷ്ടപരിഹാരം എന്തൊക്കെയാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അത് അവതരിപ്പിക്കുകയും അതിന് വേണ്ടുന്നത്ര പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട MLA സ്ഥലം സന്ദർശിക്കും, അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. MLAയുടെ ശ്രദ്ധയിലെല്ലാം തന്നെ ഇത് പെടുത്തിയിട്ടുണ്ട്. ഇതിന് വേണ്ടുന്നത്ര ക്രമീകരണങ്ങൾ ചെയ്യുവാൻ നമ്മൾ ഉദ്യോഗസ്ഥരുടെ അടുത്ത് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സംസ്ഥാനത്ത് കാലവർഷം കനത്തതോടെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വ്യാപക നാശനഷ്ടം. മലയോര മേഖലയിലെ മിക്ക സ്ഥലങ്ങളിലും ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകളുണ്ടായി. കഴുതുരുട്ടിയിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ആര്യങ്കാവ് ബ്യൂറോയുടെ റിപ്പോർട്ട്. വെള്ളിയാഴ്ച വൈകിട്ട് ദേശീയപാത 744-ൽ കഴുതുരുട്ടിക്ക് സമീപം മരം റോഡിലേക്ക് കടപുഴകി വീണ് 3 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. തെന്മലയിലെ KCB തൊഴിലാളികളും പുനലൂർ അഗ്നിശമന സേനയും എത്തിയാണ് റോഡിൽ നിന്നും മരം നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വെള്ളിയാഴ്ച രാത്രി പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കഴുതുരുട്ടിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടുകയും മണ്ണിടിച്ചിലുണ്ടാവുകയും ചെയ്തു. കഴുതുരുട്ടി ആനച്ചാടി പാലത്തിന് സമീപം ഉരുൾപൊട്ടി ദേശീയപാതയിലേക്ക് മണ്ണിടിച്ചിലുണ്ടായി. എന്നാൽ ഇതേസമയം ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടന്നുവരാതിരുന്നത് വൻ അപകടമൊഴിവാക്കി. പുനലൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും തെന്മല പോലീസും തെന്മലയിലെ KCB ജീവനക്കാരും ഏറെ നേരം പരിശ്രമിച്ചാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. JCB ഉപയോഗിച്ച് റോഡിൽ കുന്നുകൂടിയ മണ്ണ് ഭാഗികമായി നീക്കം ചെയ്തിട്ടുണ്ട്. മഴ കനത്താൽ ഈ ഭാഗത്ത് ഇനിയും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. കഴുതുരുട്ടി 3-ാം ഡിവിഷന് സമീപം ഉരുൾപൊട്ടി റോഡിലേക്ക് മണ്ണും കല്ലും കുന്നുകൂടി ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാർ ഏറെ നേരം പരിശ്രമിച്ചാണ് ഈ ഭാഗത്തെ മണ്ണും കല്ലും നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കഴുതുരുട്ടി ജംഗ്ഷനിലും 13 കണ്ണറ പാലത്തിന് സമീപവും വീടുകൾക്ക് മുന്നിലെ മൺഭിത്തി ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണു. എന്നാൽ ഇത് നീക്കം ചെയ്യാൻ ദേശീയപാത അധികൃതർ തയ്യാറായില്ല. മഴ തുടർന്നാൽ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് ബന്ധപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ഓണ
ഓണക്കാലത്ത് പുനലൂർ നഗരത്തിൽ അനുഭവപ്പെടാവുന്ന കടുത്ത ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസ് നടപടി ഊർജിതമാക്കി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങി. താലൂക്ക് വികസന സമിതി യോഗങ്ങളിലും മറ്റും നിരന്തരം ഉന്നയിക്കപ്പെടുന്ന വിഷയമാണ് പുനലൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കും നിയന്ത്രണവും. അടുത്തിടെ ജനമൈത്രി പോലീസ് ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കാൻ ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയും വ്യാപാരികളെയും ഉൾപ്പെടുത്തി പ്രത്യേക യോഗം ചേർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം കാര്യക്ഷമമാക്കാൻ പോലീസ് തീരുമാനിച്ചത്. വരുന്ന ഓണക്കാലത്ത് നഗരത്തിൽ അനുഭവപ്പെടാവുന്ന കടുത്ത തിരക്ക് കണക്കിലെടുത്താണ് പോലീസ് മുന്നൊരുക്കം തുടങ്ങിയത്. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും പാർക്കിംഗ് പ്രദേശത്തേക്ക് സൂചന നൽകാനും പോലീസ് ദിശാസൂചകങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു തുടങ്ങി. ഒരു മാസം മുൻപ് തുടങ്ങിയ ട്രാഫിക് നിയന്ത്രണ പദ്ധതിക്കുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി വിവിധ ഭാഗങ്ങളിൽ ഇതിനകം തന്നെ ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. കൊട്ടാരക്കര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നഗരത്തിൽ പ്രവേശിക്കാതെ MLA റോഡ് വഴി KSRTC ജംഗ്ഷനിലേക്ക് തിരിച്ചുവിടും. കച്ചേരി റോഡിലെ ഗതാഗതക്കുരുക്കും തിരക്കും പരിഹരിക്കാനും പോലീസ് കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നഗരത്തിൽ രൂക്ഷമാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഇളമ്പൽ പ്ലാച്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന് വരെ നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. വാഹനപ്പെരുപ്പവും അനധികൃത പാർക്കിംഗ് സാധാരണ പ്രവൃത്തി ദിവസങ്ങളിൽ പോലും പുനലൂർ നഗരത്തെ വീർപ്പുമുട്ടിക്കാറുണ്ട്. ഓണം പ്രമാണിച്ച് കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രധാന വ്യാപാര കേന്ദ്രമായ പുനലൂരിനെയാണ് ആശ്രയിക്കുക. ഇക്കാരണത്താൽ ഓണക്കാലത്ത് നഗരത്തിൽ കടുത്ത തിരക്ക് പ്രതീക്ഷിച്ചാണ് ഗതാഗത നിയന്ത്രണം കർശനമാക്കുന്നതെന്ന് പുനലൂർ SI TS ശിവപ്രകാശ് ലൈവ് വാർത്തയോട് പറഞ്ഞു. വർദ്ധിച്ച ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇത്തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിക്കുകയും പ്രത്യേകിച്ച് ഓണക്കാലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രാഫിക് കൺജഷൻ വരാൻ സാധ്യതയുള്ളതിനാൽ വൺവേ നോ പാർക്കിംഗ് മറ്റേ ബോർഡുകൾ സ്ഥാപിച്ച് ട്രാഫിക് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുനലൂർ പോലീസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ട്രാഫിക് റെഗുലേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ മാർക്കറ്റിലെ വ്യാപാരശാലയിൽ നിന്നും 6 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. വനംവകുപ്പ് അധികൃതരാണ് പാമ്പിനെ പിടിച്ചത്. ചന്തയ്ക്കുള്ളിലെ വ്യാപാരശാലയിൽ നിന്നുമാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. മാർക്കറ്റിലെ തേങ്ങാക്കടയിലെ തൊണ്ടുകൾക്കിടയിലാണ് പാമ്പിനെ കണ്ടത്. ശനിയാഴ്ച വൈകിട്ട് 2:30യോടെയായിരുന്നു സംഭവം. കടയിലെ ജീവനക്കാർ തൊണ്ടുകൾ നീക്കം ചെയ്യുമ്പോഴാണ് പാമ്പിനെ കണ്ടത്. വിവരമറിഞ്ഞ് സ്ഥലത്ത് നാട്ടുകാർ തടിച്ചുകൂടി. തുടർന്ന് വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും എത്താൻ വൈകി. പാമ്പിനെ ഇവിടെ കണ്ടു. ജനങ്ങളെല്ലാം കൂടി നിൽക്കുകയാണ്. ജനങ്ങളെല്ലാം വളരെ വിഭ്രാന്തിയിലാണ്. 12:30 ആയപ്പോൾ നമ്മൾ പത്തനാപുരം റേഞ്ച് ഓഫീസിൽ അറിയിപ്പിച്ചതാണ്. ഇതുവരെയും ആരും വന്ന് ഇതിനെ കാണുകയോ അല്ലെങ്കിൽ ഇതിനൊരു നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല. പാമ്പിന്റെ ഭീഷണി കൊണ്ട് നമ്മളിപ്പം ജനങ്ങളെല്ലാം പരിഭ്രാന്തരായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇതുവരെയും 2-3 മണിക്കൂറായിട്ട് പോലും ആരും ഇവിടെ നിയമ നടപടി എടുക്കാനോ അല്ലെങ്കിൽ പാമ്പിനെ പിടിക്കാനുള്ള സന്ദർഭമോ കാണിച്ചിട്ടില്ല. പിന്നീട് വൈകിട്ട് 3:30യോടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്തെത്തി. തുടർന്ന് നടന്ന തെരച്ചിലിലാണ് 6 അടിയോളം നീളമുള്ള വിഷപ്പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പുനലൂർ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലെത്തിച്ചു. പിന്നീട് വനത്തിൽ തുറന്നുവിടാൻ കൊണ്ടുപോയി. പുനലൂർ മാർക്കറ്റിലൊരു വലിയ മൂർഖൻ പാമ്പ് കയറിയിട്ടുള്ളൊരു ഫോൺ സന്ദേശം വരുന്നത്. അതുപകരം ഞാൻ പുനലൂർ ഡിവിഷൻ ഓഫീസിൽ വന്നിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിക്കകത്ത് മാർക്കറ്റിൽ ചെന്ന് അവിടെ ഒരുപാട് ഭാഗത്ത് തിരഞ്ഞപ്പോൾ തൊണ്ടടുക്കി വെച്ചേക്കുന്നതിനിടയ്ക്ക് വലിയ പാമ്പാണ്. ഇവൻ പത്തി വളർത്തിയവൻ എടുത്തും ചാടി. ഇച്ചിരി സാഹസികമായിട്ട് തന്നെ അവനെ പിടിച്ച് കൂട്ടിലാക്കി. ഇനിയിപ്പോൾ ഉൾവനത്തിലോട്ട് തുറന്നുവിടാനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ കാലവർഷം ശക്തം. കനത്ത മഴയെ തുടർന്ന് പുനലൂർ താലൂക്കിൽ വ്യാപക നാശം. ഒരാൾ മരിച്ചു. 52 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ശനിയാഴ്ച വൈകിയും റവന്യൂ സംഘം നഷ്ടം രേഖപ്പെടുത്തുന്നു. കഴുതുരുട്ടിയിൽ നിരവധി സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയെങ്കിലും ആളപായമില്ല. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ. കഴുതുരുട്ടിയിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് 3 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനാപുരം താലൂക്കിൽ നിരവധി വീടുകൾ മഴയിൽ തകർന്നു. 200 വീടുകൾ വെള്ളത്തിനടിയിൽ. 85 കുടുംബങ്ങളെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പ്രാഥമിക കണക്കുകൾ പ്രകാരം 4 കോടിയുടെ നഷ്ടം. ഓണക്കാലത്ത് പുനലൂർ നഗരത്തിൽ അനുഭവപ്പെടാവുന്ന കടുത്ത ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസ് നടപടി ഊർജിതമാക്കി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.